Hello, my dear students. Welcome back to Ishack's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷനിലെ സെക്കൻഡ് ടോപ്പിക്കായ ഫ്രിക്ഷൻ. ലോസ് ഓഫ് മോഷനിൽ മൂന്ന് കൺസെപ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ 3 laws of motion, സെക്കൻഡ് വൺ ഫ്രിക്ഷൻ ആൻഡ് തേർഡ് വൺ ബാങ്കിങ് ഓഫ് റോഡ്സ്. ഫ്രിക്ഷനിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. കൺസെപ്റ്റ് ലെവൽ, ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾസോ ഫോഴ്സ് ഡയഗ്രാംസ്. ഇത് എല്ലാം ഫ്രിക്ഷനെ കുറിച്ച് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രിക്ഷൻ, the property of which the bodies in the contact oppose the relative motion between them is called friction. The force which opposes the relative motion between the two surfaces in contact is called frictional force or force of friction. It is a contact force act in the tangential direction, that is tangential to surfaces in contact, and its direction is opposite to the applied force by which the body is trying to move. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺടാക്ട് ഫോഴ്സ് ആണ്. രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ റിലേറ്റീവ് മോഷൻ, അതായത് ടെൻസ് ടു മൂവ് ചെയ്യാൻ ശ്രമിക്കുകയോ മൂവ് ചെയ്യുമ്പോൾ രണ്ട് ബോഡിക്കും ടാൻജൻഷ്യലായി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഏത് ഡയറക്ഷനിലാണ് ഒബ്ജക്ട് മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രിക്ഷൻ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ്സ് എ കോൺടാക്ട് ഫോഴ്സ് ആൻഡ് ആ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ബോഡി ടെൻസ് ടു മൂവ് ഓർ മൂവിങ്. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ രണ്ട് ബോഡി സർഫസിന്റെ ഇടയിൽ ടാൻജൻഷ്യലി ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ആൾവേസ് ടു ദ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ. അപ്പോൾ റീസൺ ഓഫ് ഫ്രിക്ഷൻ, ദിസ് കോസ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The friction is basically due to the roughness of surface in contact, and it is also due to the adhesive force existing between the molecules of the surface in contact. For example, ഇപ്പോൾ രണ്ട് സർഫസ് ഒരു ഒബ്ജക്റ്റ് ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു കേജ് ഒരു ടോപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഈ രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ഒരു മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ നോക്കുമ്പോൾ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇറഗുലാരിറ്റീസ് ലോക്കായിട്ട് എന്ത് ചെയ്യും, അവിടെ ആക്ട് ചെയ്യും. ഹൈലി പോളിഷ് സർഫസ് നമുക്ക് നോക്കിയാൽ കാണുമെങ്കിൽ കൂടി ഒരു മൈക്രോസ്കോപ്പിക് വിഷനിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അത് പോളിഷ് സർഫസ് ആണെങ്കിലും ചെറിയ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. ഈ ഇറഗുലാരിറ്റീസും അതുപോലെ തന്നെ രണ്ട് മെറ്റീരിയൽ തമ്മിൽ മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സും, ഈ രണ്ട് റീസൺ ആണ് ബേസിക് ആയിട്ട് ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഈ ഇറഗുലാരിറ്റീസ് ഒരു ലോക്ക് പോലെ ആക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും, ഒരു അഡിസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ട് അത് പിടിച്ചു നിൽക്കും. അപ്പോൾ ഒരു ബോഡി മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ മൂവ് ചെയ്യുമ്പോഴോ ഈ ലോക്കും അത് തന്നെ അഡിസീവ് ഫോഴ്സും അതിനെ ഒപ്പോസ് ചെയ്യും. ഈ ഒരു റീസൺ കൊണ്ടാണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. ദാറ്റ്സ് കോസ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഡ്യൂ ടു adhesive force and roughness of the surface in contact. Types of friction. Friction is a self-adjusting force. When there is no applied force, there is no friction. If we increase the applied force, the force of friction also increases. However, there is a limit for the frictional force, and if the applied force exceeds this limit, the body will start to move. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കും ഫ്രിക്ഷൻ ഈസ് നോൺ ആസ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. വൈ എന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഒരു ആൻസർ ആണത്. അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്തില്ല എങ്കിൽ ഫ്രിക്ഷൻ ഇല്ല. നമ്മൾ ഫോഴ്സ് കൊടുക്കും തോറും ഫ്രിക്ഷൻ കൂടി വരും. ഒരു മാക്സിമം ലിമിറ്റ് എത്തും. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫ്രിക്ഷൻ ഡൗൺ ആവും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് അനുസരിച്ചുകൊണ്ട് സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. ഫോഴ്സ് ഒന്നും കൊടുത്തില്ല എങ്കിൽ ഫ്രിക്ഷൻ ഇല്ല. ചെറിയൊരു ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും തോറും ഫ്രിക്ഷൻ കൂടി വരും, മാക്സിമത്തിലെത്തും. പിന്നെ അതെന്ത് ചെയ്യും, കറന്റ് ഫ്രിക്ഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറച്ച് ഡൗൺ ആവും, പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വരും. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് സ്വയം ഫ്രിക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ദ ഫ്രിക്ഷൻ ഈസ് നോൺ ആസ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഡിഫറെന്റ് ഫ്രിക്ഷനിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദാറ്റ് ഇസ് FS. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷനിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. The frictional force acting between the bodies in contact when there is a tendency for relative motion but the actual motion has not yet started is called static friction. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, മൂവ് ചെയ്തിട്ടില്ല. ആക്ച്വൽ മോഷന് മുന്നേ അത് ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഒപ്പോസ് ചെയ്തിട്ട് അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷൻ ഫോഴ്സും ഈക്വൽ ആവുന്നതുകൊണ്ട് ബോഡി മൂവ് ആവില്ല, കാരണം ബാലൻസ്ഡ് ഫോഴ്സ് ആയി. അപ്പോൾ ആ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ വാക്കനറിയാം സ്റ്റാറ്റിക്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ബോഡി. അപ്പോൾ ഒരു ബോഡിക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഒരു ഹൊറിസോണ്ടൽ
പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റ് വെറുതെ റെസ്റ്റ് ആണ്, അപ്ലൈഡ് ഫോഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഇല്ല, അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു ഫ്രിക്ഷനും ഇല്ല. നേരെ മറിച്ച് ആ ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷെ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ മൂവ് ചെയ്യുന്ന മുന്നുണ്ടാവുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ നമ്മൾ അപ്ലൈഡ് ഫോഴ്സും ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനോട് ബാലൻസ്ഡ് ആവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഹെവി ഒബ്ജക്റ്റ് നമ്മൾ ഫോഴ്സ് കൊടുത്തു, നമ്മുടെ ഫോഴ്സ് സഫീഷ്യൻ്റ് അല്ല മൂവ് ചെയ്യാനെങ്കിൽ ആ ഫോഴ്സ് കൊടുക്കും തോറും ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫ്രിക്ഷനും അപ്ലൈഡ് ഫോഴ്സും എന്താ ബാലൻസ് ആയി വരും. അതുകൊണ്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യാത്ത. അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫ്രിക്ഷന്റെ പേര് പിന്നെ കൈനറ്റിക് ആവും. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മീൻസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ബോഡീസ് ഇൻ കോൺടാക്ട് വെൻ ദർ ഇസ് എ ടെൻഡൻസി ഫോർ റിലേറ്റീവ് motion. It is self-adjusting force and its value is exactly equal to applied force. When there is no applied force, there is no static friction. If we increases the applied force, the force of static friction also increases. However, there is a limit for the frictional force, and it is the applied force exceeds the limit, the body will start to മൂവ്. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്തോറും ഫോഴ്സ് കൂടി വരും, മാക്സിമത്തിലെത്തും. ആ മാക്സിമം കഴിഞ്ഞ് പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡൗൺ ആകുമ്പോഴാണ് നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് കൂടുമ്പോഴാണ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ബോഡി മൂവ് ചെയ്തില്ല എങ്കിൽ കൊടുക്കുന്ന ഫോഴ്സ് മുഴുവൻ സ്റ്റാറ്റിക്കിനോട് ഈക്വൽ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടുമ്പോൾ സ്റ്റാറ്റിക് വീണ്ടും കൂടും, അപ്ലൈഡ് ഫോഴ്സ് വീണ്ടും കൂടും, അതിന് മാക്സിമത്തിലേക്ക് എത്തും. സ്റ്റാറ്റിക് മാക്സിമത്തിൽ അതിന് വിളിക്കുന്നവരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. പിന്നെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രിക്ഷൻ കൂടുന്നില്ല, പിന്നെ ഒബ്ജക്ട് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്, ദെൻ ഫ്രിക്ഷൻ ഡൗൺ ആവണം അവിടെ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുണ്ടാവുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന തൊട്ട് മുന്നേ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. The maximum value of static friction before the body just starts to move over the surface of another body is called limiting friction or FS max. സ്റ്റാറ്റിക് ഫ്രിക്ഷത്തിന്റെ മാക്സിമത്തിന് വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് ഒരു ബോഡി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഫ്രിക്ഷൻ ഏറ്റവും മാക്സിമം ആയിരിക്കും. കാരണം നമുക്കറിയാം ഒരു ബോഡി പുഷ് ചെയ്യുമ്പോഴോ പുള്ള് ചെയ്യുമ്പോഴോ അത് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് മുന്നേ നമുക്ക് ഒരുപാട് മാക്സിമം ഫോഴ്സ് അപ്ലൈ ചെയ്യണം, കാരണം ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏറ്റവും മാക്സിമം, കാരണം നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫ്രിക്ഷനും കൂടും, പിന്നെയും കൊടുക്കും, കൂടി വരും. അപ്പോൾ ഏറ്റവും മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രിക്ഷൻ ഡൗൺ ആവും, അപ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, മൂവ് ചെയ്ത് തുടങ്ങും. Second one, kinetic or dynamic friction, that is FK. It is the frictional force acting between the bodies in contact when the body is actually moving over the surface of another body. Kinetic friction is always less than limiting friction. കാരണം പറഞ്ഞു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഏറ്റവും മാക്സിമം ആണ്, പിന്നെ ഫ്രിക്ഷൻ താഴേക്ക് ഡൗൺ ആവും, അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പിന്നെ കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആക്ച്വലി മൂവ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതുകൊണ്ട് കൈനറ്റിക് എന്ന വാക്ക് എന്നോട് ഉപയോഗിക്കാൻ കാരണം ഒരു ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാറ്റിക് ആണ്, ഏറ്റവും മൂവ് ചെയ്യുന്ന തൊട്ട് മുന്നേ ലിമിറ്റിംഗ് ആയിരിക്കും, മൂവ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഉണ്ടാവുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ. Kinetic friction of two types. Kinetic friction രണ്ട് ടൈപ്പ് ഉണ്ട്. First one, sliding friction, and it is the frictional force acting between the bodies in contact when the body is actually sliding over the surface of another body. രണ്ട് ബോഡി തമ്മിൽ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. സെക്കൻഡ് വൺ റോളിംഗ് ഫ്രിക്ഷൻ ആണ്. That is, rolling friction is the frictional force acting between the bodies in contact when the body is actually rolling over the surface of another body. റോൾ ചെയ്യുമ്പോഴാണ് എന്താകുന്നത്, സ്ലൈഡ് ചെയ്യുമ്പോൾ. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിങ്ങിനേക്കാളും കുറവാണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ദാറ്റ്സ് വൈ വെഹിക്കിൾസിനൊക്കെ നമ്മൾ ടയേഴ്സൊക്കെ റൗണ്ട് ഷേപ്പ് ആവാനുള്ള കാരണം റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും, സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ടയേഴ്സിനൊക്കെ നമ്മൾ സർക്കുലർ ഫോമിലേക്ക് ഡിസൈൻ ചെയ്യാൻ കാരണം. ഫ്രിക്ഷൻ്റെ ഗ്രാഫ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് ഓഫ് ഫ്രിക്ഷൻ. ഈ ഗ്രാഫ് ശരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ എക്സ് ആക്സിൽ അപ്ലൈഡ് ഫോഴ്സ് ആണ്, വൈ ആക്സിൽ ഫ്രിക്ഷൻ ഫോഴ്സ്. അപ്പോൾ ആ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചുകൊണ്ട് ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെ മാറുന്നു എന്നാണ് ആ ഗ്രാഫ് കാണിക്കുന്നത്. ആദ്യം അപ്ലൈഡ് ഫോഴ്സ് ഒന്നും കൊടുത്തില്ല, അപ്പോൾ ഫ്രിക്ഷനും ഇല്ല, ദാറ്റ് മീൻസ് സ്റ്റാർട്ട് ഫ്രം ഒറിജിൻ. പിന്നെ നമ്മൾ മെല്ലെ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രിക്ഷൻ ഫോഴ്സും ഒരേപോലെ കൂടും. അപ്പോൾ ആ ലൈൻ ശ്രദ്ധിച്ചാൽ ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പോലെയാണ്, ഒരേപോലെ കൂടി വരികയാണ്. ഇറ്റ്സ് ഒരേപോലെ കൂടി വന്ന് ഇവിടെ മാക്സിമത്തിലെത്തും. മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കാരണം ഈ സമയത്ത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്തിട്ടില്ല, മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നേരെ മറിച്ച് ഏറ്റവും മാക്സിമത്തിലെത്തി. ഈ ടൈമിൽ ഇതിന് വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് സ്റ്റാറ്റിക്കിൻ്റെ
മാക്സിമത്തിന് വിളിക്കുന്നതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. പിന്നെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫ്രിക്ഷൻ ജസ്റ്റ് കുറയും. പിന്നെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയ ഫ്രിക്ഷൻ ഇസ് ഓൾമോസ്റ്റ് പിന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യില്ല, ഫ്രിക്ഷൻ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നമുക്ക് നോക്കിയാലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്ലിംഗ് പെഡൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് പെഡൽ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ചവിട്ടണം. കാരണം എന്തുകൊണ്ട് ആ സമയത്ത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മാക്സിമം, പിന്നെ ചവിട്ടിക്കാൻ സിമ്പിളായിട്ട് മൂവ് ചെയ്യും. കാരണം ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ഒരു ഒബ്ജക്റ്റ് വലിക്കും വരുന്നില്ല, നമ്മൾ ശക്തി കൂട്ടി വെച്ചു, പിന്നെ അത് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ അത്ര ശക്തി നമുക്ക് കൊടുക്കേണ്ടി വരില്ല. കാരണം ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന തൊട്ട് മുന്നേ അല്ലെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ആ ഫസ്റ്റ് ഇൻസ്റ്റന്റിലാണ് അത് മാക്സിമം, കാരണം അപ്പോഴായിരിക്കും ഏറ്റവും ഫ്രിക്ഷൻ മാക്സിമം. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി അപ്ലൈഡ് ഫോഴ്സ് നന്നായിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കും ഫ്രിക്ഷൻ നേരെ കുറയുകയാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഏറ്റവും മാക്സിമത്തിന് വിളിക്കുന്നതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതാണ് ഏറ്റവും മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ ഒബ്ജക്ട് മൂവ് ചെയ്ത് തുടങ്ങിയാൽ ഓൾമോസ്റ്റ് എന്തായിരിക്കും, പിന്നെ വെലോസിറ്റി ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല, എത്ര സ്പീഡിൽ പോയാലും കൈനറ്റിക് ഫ്രിക്ഷൻ ഓൾമോസ്റ്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഈ ഗ്രാഫ്. അപ്പോൾ 3 ഫ്രിക്ഷൻ മാർക്ക് ചെയ്തിട്ടാണ് ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏറ്റവും മാക്സിമത്തിൽ വിളിക്കുന്ന ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതാണ് എ എന്ന പോയിന്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒബ്ജക്ട് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആവും. ദാറ്റ് ഈസ് നോൺ ആസ് കൈനറ്റിക് ഫ്രിക്ഷൻ. Laws of static friction. The limiting friction, that is Fx max, depends on the nature of the two bodies or surface in contact. Second one, the limiting friction is independent of the area, size and shape of the bodies in contact. And third one, limiting friction is directly proportional to the normal reaction n. അപ്പോൾ ആ ഫിഗർ നോക്കണം, അതിൽ 3 കാര്യങ്ങൾ ഓർക്കുക. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഫസ്റ്റ് വൺ എഫ് എസ് മാക്സ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ടു സർഫസ് ഇൻ കോൺടാക്ട്. ഏതൊക്കെ സർഫസ് തമ്മിലാണ്, ഫോർ എക്സാമ്പിൾ പിന്നെ കോൺക്രീറ്റും റബ്ബറാണോ, അല്ലെങ്കിൽ ടാർ റബ്ബറാണോ, അല്ലെങ്കിൽ ഗ്ലാസ് റബ്ബറാണോ, ഏതൊക്കെ സർഫസ് തമ്മിലാണോ കോൺടാക്ട് ചെയ്യുന്നത് അതിന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ എന്ന് പറയാൻ കാരണം സൈസോ ഷേപ്പിനോ ഒന്നും അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് റബ്ബ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എൻ. അപ്പോൾ എന്നിന് ഇക്വാലൻ എന്ന് പറയുന്നത് നോക്കുക, താഴേക്ക് എം ജി എന്ന് വെയിറ്റ് ആണ്. അതാണ് ഫോഴ്സ് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്ന എഫ് എസ് മാക്സ്. അപ്പോൾ ഈ ഒബ്ജക്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ 4 ഫോഴ്സും എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോവാണ്. അപ്പോൾ ഇവിടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എൻ ആണ്. അപ്പോൾ എന്ന് തുല്യം എന്ന് പറയുന്നത് എം ജി ആണ്. അപ്പോൾ നമുക്കറിയാം എഫ് എസ് മാക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എം ജി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ എഴുതാൻ പറ്റും. കാരണം എഫ് എസ് മാക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എൻ എഴുതാം ആസ് പെർ ദി ഇക്വേഷൻ. പക്ഷേ എഫ് എക്സ് മാക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് മ്യൂ എസ്. ഇവിടെ മ്യൂ എസിന് വിളിക്കുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. എഫ് എക്സ് മാക്സ് പ്രൊപ്പോർഷണൽ ടു എൻ എഴുതാൻ കാരണം ലോ അങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു ആക്കിയിട്ട് മ്യൂ എസ് എഴുതാൻ കാരണം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റി ഈക്വൽ ആക്കിയപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. സോ മ്യൂ എസ് is the coefficient of static friction. So mu s is equal to Fx max by n, where mu s is called coefficient of static friction, depends only on the nature of the surface in contact. It has no unit. അതിന് യൂണിറ്റ് ഇല്ല, കാരണം നോർമൽ റിയാക്ഷൻ ആയാലും ഫോഴ്സ് ആയാലും രണ്ടും ഒരേ ഡയമെൻഷൻസ് ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് സെയിം ക്വാണ്ടിറ്റി ആയതുകൊണ്ട് കോഎഫിഷ്യന്റ് മ്യൂ എസിന് യൂണിറ്റ് ഇല്ല. എഫ് എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ. കാരണം നമുക്കറിയാം എഫ് എസ് മാക്സ് ആകുമ്പോഴാണ് അത് ഈക്വൽ ടു മ്യൂ എസ് എൻ ആവുന്നത്. എഫ് എസ് മാക്സ് ആകുമ്പോൾ ഈക്വൽ ടു മ്യൂ എസ് എൻ. അപ്പോൾ എഫ് എസ് എന്ന് പറയുന്നത് എപ്പോഴും മ്യൂ എസ് എന്നേക്കാളും താഴെയായിരിക്കും. ഈക്വൽ ആയ എന്താവും, അത് എഫ് എസ് മാക്സ് ആവും. അതുകൊണ്ട് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ എന്ന് എഴുതാൻ കാരണം. നെക്സ്റ്റ്, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. The kinetic friction Fk depends on the nature of the two surface in contact. And second one, the kinetic friction is independent of the area, size and shape of the bodies in contact. And third one, the kinetic friction is nearly independent of the velocity of the motion. And fourth one, kinetic friction is directly proportional to the normal reaction n. അപ്പോൾ ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി കൂടുതലാണ്. ദ കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി ഓഫ് മോഷൻ. കാരണം വെലോസിറ്റി കൂടുന്നതോറും ഫ്രിക്ഷന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതാണ് നിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ കാരണം. ബാക്കിയെല്ലാം നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ ഈക്വൽ ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. എഫ് കെ ഇസ് പ്രൊപ്പോർഷണൽ ടു എൻ ആൻഡ് എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ എന്ന് വരും. അവിടെ മ്യൂ എസ് ആണ്, ഇവിടെ മ്യൂ കെ വരും. സോ മ്യൂ കെ എന്ന് പറയുന്നത് എഫ് കെ ബൈ എൻ ആണ്, where mu k is called coefficient of kinetic friction, depends only on the surface of the contact. It has no unit. അതിന് യൂണിറ്റ് ഇല്ല, കാരണം റേഷ്യോ ഓഫ് സെയിം ക്വാണ്ടിറ്റീസ് ആണ്. എക്സ്പെരിമെന്റ് ഷോസ് ദാറ്റ് mu k is less than mu s. നമുക്കറിയാം മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, മ്യൂ എസ് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമത്തിൽ ഉണ്ടാകുന്ന ലിമിറ്റിംഗ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും മ്യൂ എസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഴാണ് ആ മ്യൂ എസ് ആണ് ഏറ്റവും കൂടുക. അപ്പോൾ മ്യൂ കെ എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ എന്താവും, ജസ്റ്റ് കുറച്ച് താഴേക്ക് വരിക, ഗ്രാഫ് നോക്കിയാൽ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം മ്യൂ കെ ഇസ് ലെസ് ദാൻ മ്യൂ എസ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ.
തീറ്റ. ഇത് നമുക്കൊരു വേറെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഒരു 2 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ? ഷോ ദാറ്റ് ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് മ്യൂ എന്നോ അങ്ങനെ ഒരു ക്വസ്റ്റൻസ് നീ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ നെറ്റ് റിയാക്ഷൻ ആർ ആൻഡ് ദ നോർമൽ റിയാക്ഷൻ എൻ ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, തീറ്റ. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എൻ നോർമൽ റിയാക്ഷൻ ആണ്, എഫ് എസ് മാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ എഫ് എസ് മാക്സിൻ്റെയും എന്നിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സ് രണ്ട് കോമ്പണൻസ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ആർ. അതുകൊണ്ടാണ് ഇതിൻ്റെ റിസൾട്ടൻ ആർ എന്ന് പറയാൻ റിയാക്ഷൻ നെറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ നെറ്റ് റിയാക്ഷൻ നോർമൽ റിയാക്ഷൻ കൂടി മേക്കുന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ദിസ് തീറ്റ ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ ഫ്രം ദ ഫിഗർ tan theta is equal to fx max by ns, that is equal to mu s. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം tan theta is equal to അവിടെ tan theta എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആണ് ഈ സൈഡ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് എഫ് എക്സ് മാക്സ് ബൈ എൻ വരും. എഫ് എക്സ് മാക്സ് ബൈ എന്ന് പറഞ്ഞാൽ mu s ആണ്. സോ tan theta is equal to mu s. Hence tan of angle of friction will gives the coefficient of static friction. ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഷോ ദാറ്റ് ദ tan of angle of friction will gives the coefficient of static friction എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് കോമ്പണൻസ്, ഇതിന് വരയ്ക്കുന്ന ഫോഴ്സ് കോമ്പണൻസ് ഇത് വരച്ചിട്ട് ഈ ഡയഗ്രാമിൽ നിന്ന് ഇങ്ങനെ ഇക്വേഷൻസ് ഉണ്ടാക്കി വേണം ചെയ്യാൻ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂസ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ആംഗിൾ തന്നിട്ട് ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ എടുത്താൽ മതി. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നെക്സ്റ്റ് ആംഗിൾ ഓഫ് റീപോസ്, ആൽഫ. അത് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയും, ചിലർ ആംഗിൾ ഓഫ് റെസ്പോൺസും പറഞ്ഞ് കാണാറുണ്ട്. ആംഗിൾ ഓഫ് റീപോസ്, ദ മിനിമം ആംഗിൾ മെയ്ഡ് ബൈ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ with the horizontal surface at which a body kept on it just begin to slide down is called angle of repose, ആൽഫ. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ തീറ്റ എന്ന് പറയുന്നത് ചെറിയൊരു ആംഗിൾ ആയിരുന്നു, അല്ലെങ്കിൽ സീറോ ആയിരുന്നു. ഇത് കൂട്ടി 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 വരുന്തോറും ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ആ ആംഗിളിൽ പറയുന്നതാണ് ആംഗിൾ ഓഫ് റീപോസ്. അതുവരെ ആ ഒബ്ജക്റ്റ് റെസ്പോണ്ട് ചെയ്തില്ല, പക്ഷേ ആ പെർട്ടിക്കുലർ ആംഗിൾ എത്തിയപ്പോൾ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ്. ഇനി ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ സ്ലൈഡ് താഴേക്ക് വരും. അതാണ് ജസ്റ്റ് ബിഗിൻ, മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നുള്ള ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ നോർമൽ റിയാക്ഷൻ വരച്ചു എഫ് എക്സ് മാക്സ്. ഇനി ഇതിൽ എം ജി നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ ഡൗൺവേർഡ്സ് ആകുമ്പോൾ ഇത് ചരിഞ്ഞുകൊണ്ട് രണ്ട് കോമ്പണൻസ് ഉണ്ടാവും, ദറ്റ് ഈസ് വെർട്ടിക്കൽ കോമ്പണൻറ്റ്, ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. അപ്പോൾ ഈ ആൽഫ ഉള്ളത് എം ജി കോസ് ആൽഫ, എം ജി സൈൻ ആൽഫ. ഇനി ഇതുപോലെ നമ്മൾ അടുത്ത ബാങ്കിങ് ഓഫ് റോഡ്സിലൊക്കെ ഇതുപോലെ കോമ്പണൻറ്റ് ഫോമായിട്ട് മാറ്റും. ഇനി എന്നിനെ വേണം നമുക്ക് ഡിവൈഡ് ചെയ്യും. ഇവിടെ എൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ കോസ് തീറ്റ, എൻ സൈൻ തീറ്റ ആകാം. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തില്ല. അതുപോലെ എഫ് എക്സ് മാക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എം ജി കോസ് ആൽഫ, എം ജി സൈൻ ആൽഫ ആവശ്യമുള്ളതുമാണ് കോമ്പണൻറ്റ് ഫോം ആക്കി മാറ്റിയത്. നമുക്ക് നോർമൽ റിയാക്ഷനുമാണ് എന്ത് ചെയ്യാം, കോമ്പണൻറ്റ് ഫോമിലേക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. അതായത് ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാകുമ്പോൾ എം ജി നേരെ ഡൗൺവേർഡ് ഇങ്ങനെ വരും, അത് ചരിഞ്ഞുകൊണ്ട് എം ജി ചരിയുന്നു. അപ്പോൾ എം ജി ചരിഞ്ഞപ്പോൾ എന്താവും, ഒരു ഇൻക്ലൈൻഡ് ആംഗിൾ ആകുമ്പോൾ അതിന് രണ്ട് കോമ്പണൻറ്റ് ഉണ്ടാവും, വെർട്ടിക്കൽ എഫക്റ്റ് ആൻഡ് ഹൊറിസോണ്ടൽ എഫക്റ്റ്. അപ്പോൾ എം ജി കോസ് ആൽഫ എന്ന് പറയുന്നത് വെർട്ടിക്കൽ എഫക്റ്റ് ആണ്, എം ജി സൈൻ ആൽഫ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ എഫക്റ്റ് ആണ്. അപ്പോൾ ഈ ഫിഗർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾ ഓഫ് റീപോസ് ആൽഫയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മ്യൂ എസ് എന്ന് തെളിയിക്കാൻ പറ്റും. സോ ദ വേരിയസ് ഫോഴ്സ് ഓൺ ദ ബോഡി ആർ, first one, the weight of the body mg acting downwards. Then second one, the normal reaction n acting normal to the surface upwards. Surface ne perpendicular normal valkyan karanam. And third one, the limiting friction fs max acting parallel to the plane അപ്വേർഡ്സ്. അതായത് എഫ് എക്സ് മാക്സും ഇങ്ങോട്ട് വരയ്ക്കാൻ കാരണം ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇങ്ങോട്ടാണ് വീഴാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഫ്രിക്ഷൻ ഉണ്ടാവും, അതാണ് എഫ് എസ് മാക്സ് ഇങ്ങോട്ട് വരയ്ക്കാൻ കാരണം. അപ്പോൾ ഇത്രയും ഫോഴ്സ് കോമ്പണൻസ് ആണ് അവിടെ ഉള്ളത്. ദ വെയിറ്റ് എം ജി ക്യാൻ be resolved into two components mg sin alpha and mg cos alpha. നമ്മൾ ഓൾറെഡി പറഞ്ഞു എം ജി രണ്ട് കോമ്പണൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഇവിടെ എം ജി സൈൻ ആൽഫ ആൻഡ് എം ജി കോസ് ആൽഫ. അപ്പോൾ ഫ്രം ദ ഫിഗർ നമുക്ക് എന്ത് എഴുതാം, എം ജി സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു എഫ് എസ് മാക്സ്. കാരണം എഴുതാൻ കാരണം ഈ നോക്കിയറിയാം, കണ്ടു ഇത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം, അതേപോലെ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എം ജി കോസ് ആൽഫ ഇസ് ഈക്വൽ ടു ആൻഡ് ഇക്വേഷൻ നമ്പർ 2. സോ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് എം ജി സൈൻ ആൽഫ, എം ജി കോസ് ആൽഫ, എം ജി കട്ട് ചെയ്തു, സൈൻ ആൽഫ ബൈ കോസ് ആൽഫ, ടാൻ ആൽഫ, എഫ് എക്സ് മാക്സ് ബൈ എൻ, ദാറ്റ് ഇസ് മ്യൂ എസ്. അപ്പോൾ നമുക്ക് കിട്ടി ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മ്യൂ എസ്. ഹെൻസ്
ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസ് വിൽ ഗീവ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇവിടെയും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. ഷോ ദാറ്റ് ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസ് വിൽ ഗീവ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഈ ഫിഗർ വരച്ചിട്ട് ഫോഴ്സ് കോമ്പണൻസ് എന്ത് ചെയ്യാം വരയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. ബാങ്കിങ് ഓഫ് റോഡ്സ് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഫോഴ്സ് കോമ്പണൻസ് വരയ്ക്കാൻ ശരിക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫ്രിക്ഷനിലെ കൺസെപ്റ്റ് ഭാഗം കഴിഞ്ഞ് ഇവിടെ നിന്നൊക്കെ ന്യൂമറിക്കൽസ് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം. ആംഗിൾ ഓഫ് റീപോസിലും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷനിലും ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക ബൈ ഹാർട്ട് ചെയ്യാം. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. എന്തൊക്കെയാണ് ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും? The friction has several advantages and disadvantages. Friction is considered as a necessary evil. കാരണം ഉപകാരമുള്ള ഉപദ്രവിയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രാവശ്യം ചോദിച്ചാണ്. Why friction is known as necessary evil? അപ്പോൾ നമ്മൾ എഴുതേണ്ടതാണ് it has both advantages and disadvantages. That's why friction is known as necessary evil. Advantages. ഫസ്റ്റ് വൺ, ഫ്രിക്ഷൻ ഈസ് നെസസറി ഫോർ വാക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട്. നമ്മൾ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പാൻ കൊണ്ട് എഴുതുന്നത് ഒക്കെ ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഫ്രിക്ഷൻ ഈസ് നെസസറി ഫോർ റോളിംഗ് ആൻഡ് ഫ്രിക്ഷൻ ഈസ് നെസസറി ഫോർ ബ്രേക്കിംഗ് ആൻഡ് ഫ്രിക്ഷൻ ഈസ് നെസസറി ഫോർ റൈറ്റിംഗ് ഓൺ എ പേപ്പർ ആൻഡ് ഫ്രിക്ഷൻ ഈസ് നെസസറി ഫോർ ലൈറ്റിംഗ് എ മാച്ച് ബോക്സ് ആൻഡ് ഫ്രിക്ഷൻ ഈസ് നെസസറി ടു ഹോൾഡ് തിങ്സ് ടുഗദർ. സോ ദിസ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. എഴുതാൻ നമുക്ക് ഫ്രിക്ഷൻ വേണം, ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഫ്രിക്ഷൻ വേണം, ഒരു ഒബ്ജക്ട് ഹോൾഡ് ചെയ്യാൻ നമുക്ക് ഫ്രിക്ഷൻ വേണം. കാരണം ഒരു ഫോർ എക്സാമ്പിൾ ഹൈലി പോളിഷ് ആയ ഒരു ഒബ്ജക്റ്റ് ആണ്, അതിന് നമ്മൾ കുറച്ച് എണ്ണയും വെച്ചിട്ട് അത് കൈയോട് പിടിച്ചാൽ വഴുതി പോകും. കാരണം ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ, നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇൻ സെയിം വേ ഇറ്റ് ഹാസ് ഡിസഡ്വാൻറ്റേജസ് ഓൾസോ. To overcome the force of friction, work has to be done. Hence, യൂസ്ഫുൾ എനർജി ഈസ് വേസ്റ്റഡ് ആസ് ഹീറ്റ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ എഗൻസ്റ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ യൂസ്ഫുൾ ആയ എനർജി വേസ്റ്റ് ആണ്. കാരണം വിയറിൻ്റെ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഡിക്രീസ് ദ എഫിഷ്യൻസി ഓഫ് മെഷീൻസ്. ഇത് ഈ കാരണങ്ങൾ കൊണ്ട് മെഷീൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും, അത് കുറയ്ക്കും. ഇറ്റ് കോസസ് വിയർ ആൻഡ് ടിയർ ഫോർ ദ മൂവിങ് പാർട്സ് ഓഫ് മെഷീൻസ്. കാരണം മൂവിങ് പാർട്സ് തേയ്മാനങ്ങൾ സംഭവിക്കാൻ കാരണം ഫ്രിക്ഷൻ ആയതുകൊണ്ടാണ്. ആൻഡ് ലൂബ്രിക്കേഷൻ. അപ്പോൾ ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷനോട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ലൂബ്രിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ ഫ്രിക്ഷൻ ബൈ അപ്ലൈയിങ് എ thin layer of grease or oil, that is lubricant, between surface in contact. Graphite is a solid lubricant. ഇത് ലാസ്റ്റ് വൺ ശരിക്കും നോക്കി വെക്കണം, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വൺ വേർഡിൽ വരുന്നതാണ്. വിച്ച് ഇസ് സോളിഡ് ലൂബ്രിക്കൻ ഗ്രാഫൈറ്റ്. അപ്പോൾ രണ്ട് സർഫസ് തമ്മിൽ നമ്മൾ ഗ്രീസോ ഓയിലോ ഇട്ട് കഴിഞ്ഞാൽ എന്താവും, രണ്ട് സർഫസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ എന്താവും, കുറച്ച് സ്മൂത്ത് ആവും. അപ്പോൾ ലൂബ്രിക്കേഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രിക്ഷനെ കുറിച്ച് ഓൾമോസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്, എന്തുകൊണ്ടാണ് നെസസറി ഈവിൾ എന്ന് പറയാൻ കാരണം വൈ ഇറ്റ് ഈസ് നോൺ ആസ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആൻഡ് ആംഗിൾ ഓഫ് റീപോസ്, ആംഗിൾ ഓഫ് റെസ്പോൺസ് എന്ന് അതിനെ വിളിക്കാം. അതുപോലെ തന്നെ ടാൻ ഓഫ് ആംഗിൾ ഓഫ് ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇത് എത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫ്രിക്ഷനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കൺസെപ്റ്റ്സ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ആസ്ക് ടു കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.